നമസ്കാരം. തേയ്മാനം കാരണവും പരിക്കുകൾ കാരണവും കാൽമുട്ടുകൾക്കും തോളുകൾക്കും ഉണ്ടാകുന്ന വേദനകൾ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം വേദനകൾ ഉണ്ടാകുന്നതെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്നും ഇതിനു ചെയ്യേണ്ടി വരുന്ന സർജറികളുടെ ഗുണഫലങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നും ഇന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ളത് എറണാകുളം ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ NB നിതീഷ് സാറാണ്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എനിക്ക് ആദ്യമായി ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി, അതുപോലെ മുട്ടിന് ചെയ്യുന്ന ACL റീകൺസ്ട്രക്ഷൻ സർജറി, ഇത് രണ്ടും ഏതൊക്കെ അവസ്ഥയിലാണ് ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടി വരുന്നത്? രണ്ടും രണ്ട് സിറ്റുവേഷൻസ് ആണ്. ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുട്ടിലെ കംപ്ലീറ്റ് കാർട്ടിലേജും ലിഗമെൻസും അടക്കം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ്. ഇതിന് പ്രധാനമായിട്ടും രണ്ട് സിറ്റുവേഷൻസ് ആണുള്ളത്. ഒന്ന്, ഓൾഡ് ഏജ് കാരണമുള്ള തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അത് ഗ്രേഡ് 3 ഓർ ഗ്രേഡ് 4 ആയി കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യും. ACL സർജറി അഥവാ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് എന്ന് പറയുന്ന റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യുന്നത് കൂടുതൽ യങ്സ്റ്റേഴ്സിലാണ്. അത് ആ ഇഞ്ചുറി കാരണമോ ട്വിസ്റ്റ് ചെയ്ത് വീഴുമ്പോഴോ ഫുട്ബോൾ കളിക്കുമ്പോൾ വീഴുമ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുമ്പോഴോ ഉണ്ടാകുമ്പോൾ കാല് തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിക്കാണത്. അപ്പോൾ ACL ലിഗമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ടിയർ ആയി കഴിഞ്ഞാൽ അത് തന്നെ ഹീൽ ചെയ്യത്തില്ല ജോയിനകത്ത്. അതുകൊണ്ട് കാലിൻ്റെ മുട്ടിൻ്റെയോ കണങ്കാലിൻ്റെയോ വേറൊരു ഭാഗത്തു നിന്ന് ഒരു ലിഗമെൻ്റ് എടുത്ത് ആ ലിഗമെൻറ്റ് മാത്രം കീ ഹോൾ സർജറി വഴി റീകൺസ്ട്രക്ട് ചെയ്യുന്ന സർജറിയാണ് ACL സർജറി. രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ ഡോക്ടർ. അതുപോലെ ഈ ആർത്രോസ്കോപ്പിയും ഈ മുട്ടിന് വേണ്ടി വരുന്ന കീ ഹോൾ സർജറീസ് ഉണ്ടല്ലോ, ഇത് രണ്ടിനെ കുറിച്ചൊന്ന് പറയാമോ? പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട്, സാറേ ഈ മുട്ട് മാറ്റി വെക്കുന്നത് കീ ഹോളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇപ്പോൾ ഈ ഒരു കീ ഹോളിൻ്റെ കാലമാണല്ലോ. പക്ഷേ കീ ഹോൾ സർജറി അല്ല, നീ റീപ്ലേസ്മെൻറ്റ് കീ ഹോൾ സർജറി അല്ല. കാരണം അത് ഏകദേശം മിനിമം ഒരു 10-12 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു മുറിവുണ്ടാക്കി, അതായത് പേഷ്യൻറ്റിൻ്റെ സൈസ് അനുസരിച്ചും സർജറിയുടെ കോംപ്ലക്സിറ്റി അനുസരിച്ച് നമ്മൾ ഇൻസിഷൻ ചിലപ്പോൾ ചെറുതോ വലുതോ ആക്കേണ്ടി വരും. അത് നമ്മൾ ആ മെറ്റൽ ഇംപ്ലാന്റ്, ആ മുട്ടിൻ്റെ ഒറിജിനൽ സൈസിലുള്ള ഇംപ്ലാന്റ് അകത്ത് കയറ്റി വെക്കണം. അപ്പോൾ നമുക്കത് കീ ഹോളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് ഇൻഡിക്കേറ്റഡ്. നമ്മൾ പറയാറുണ്ട് മിനിമലി ഇൻവസീവ് സ്മോൾ ഇൻസിഷൻ സർജറി, അങ്ങനെ നമുക്കത് നമ്മുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ച് നമുക്ക് ചെറുതാക്കാൻ പറ്റും ചില സിറ്റുവേഷൻസിൽ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് കീ ഹോൾ സർജറി. കീ ഹോൾ സർജറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുട്ടിൽ അല്ലെങ്കിൽ ഷോൾഡർ ജോയിനൊക്കെ 1, 2, 3 മാക്സിമം ചെറിയ സ്റ്റാബ് ഇൻസിഷൻ, ഒരു 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ ഉള്ള ചെറിയ ഇൻസിഷനിൽ കൂടെ നമ്മൾ ആർത്രോസ്കോപ്പ് എന്ന് പറയുന്ന ക്യാമറ കടത്തി വെച്ചിട്ട് ഇൻസ്ട്രുമെൻസും അതിൽ കൂടെ കടത്തി വെക്കാം. അത് വെച്ചിട്ട് നമ്മളകത്ത് വീഡിയോ സ്ക്രീനിൽ നമുക്ക് ഇതിൽ ക്യാമറ അഡ്വാൻസ്ഡ് ആയിട്ട് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് മുട്ടിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്യാം. നമുക്ക് മറ്റേ കൈ കൊണ്ട് മറ്റേ പോർട്ടലിൽ കൂടെ നമുക്കത് സർജറി ചെയ്യാനും പറ്റും. പക്ഷെ അതിന് സെലക്റ്റഡ് ഇൻഡിക്കേഷൻസേ ഉള്ളൂ. അതായത് ലിഗമെൻറ്റ് ടയേഴ്സ്, ACL ടയർ, സ്പോർട്സ് മെഡിസിൻ, അങ്ങനെയുള്ള ഇഞ്ചുറികൾ. സ്പോർട്സ് കളിക്കുമ്പോൾ വീഴുന്നതല്ല, വണ്ടിയിൽ നിന്ന് വീഴുന്നതാവാം, ട്വിസ്റ്റ് ചെയ്ത് വീഴുന്നതാവാം. പക്ഷേ കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിലാണ് അത് കൂടുതൽ, ഓൾഡ് ഏജിൽ അത്ര കോമൺ അല്ല. അപ്പോൾ നമ്മളത് ACL ടയർ, PCL എന്ന് പറഞ്ഞ ലിഗമെൻറ്റ് ടയർ, MBFL ടയർ, പിന്നെ മുട്ടിനകത്ത് 2 വാഷറുണ്ട് കുഷനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അതിന് മെനിസ്കസ് എന്ന് പറയും. ലാറ്ററൽ മെനിസ്കസ്, മീഡിയൽ മെനിസ്കസ്. ഇതിനുണ്ടാകുന്ന ടയറുകൾ, അതിൻ്റെ റൂട്ട് ടയറുകൾ, അങ്ങനെ കാർട്ടിലേജിൻ്റെ ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ, തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വലിയ ഡിഫക്റ്റുകളല്ല, ഈ ഇഞ്ചറി കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ഡിഫക്റ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ കീ ഹോൾ സർജറി വഴി നമുക്കത് വലിയ ഇൻസിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതാണ് ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. ആർത്രോസ് എന്ന് പറഞ്ഞാൽ മീനിങ് ജോയിന്റ് എന്നാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് കാണുന്നു, വിഷ്വലൈസ് ചെയ്യും. ആർത്രോസ്കോപ്പി നമ്മൾ അബ്ഡം വയറിന് ചെയ്യുമ്പോഴാണ് ലാപ്രോസ്കോപ്പി എന്ന് സർജന്മാർ പറയുന്നത്. ജോയിന്റിന് ചെയ്യുമ്പോഴാണ് ആർത്രോസ്കോപ്പി. മെയിൻലി ഇത് ഇൻഡിക്കേറ്റർ ആയിട്ട് നീക്കും ഷോൾഡർ ജോയിന്റുമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ മുട്ടിനുള്ളിൽ ചെയ്യുന്ന PRP ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അതും ഹൈൽറോണിക് ആസിഡ് ഇഞ്ചക്ഷനും, ഇത് രണ്ടിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? ഒറ്റ വാക്കി പറഞ്ഞാൽ പറ്റില്ല. അതായത് ഇപ്പോൾ വളരെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് വളരെ ഒരു പരീക്ഷണാർത്ഥത്തിൽ മാത്രമേ ഇപ്പോൾ അത് വിജയിച്ചിട്ടുള്ളൂ എന്ന് ഇപ്പോൾ ഒരു സ്റ്റഡീസും നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അത് പൂർണ്ണമായിട്ടും നമുക്കത് ഏതെങ്കിലും ഈ മുട്ടിൻ്റെ തേയ്മാനത്തിനെ സംബന്ധിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് പലരും ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ, എടുക്കും. അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമുക്കത് സർജറി ഒഴിവാക്കാം, അല്ലെങ്കിൽ മുട്ടിന് ഓപ്പറേഷൻ വേണ്ടി വരുന്നവർക്ക്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ സർജറി നമുക്ക് എല്ലാവർക്കും പേടിയുള്ളതാണ്. അതിൻ്റെതായ റിസ്കുകളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, പല ഇഷ്യൂ ഉണ്ടാവും, പേടി ഉണ്ടാവാം.
ഇതെല്ലാം ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു സർജറി ഒഴിവാകുമെങ്കിൽ അത് ഒഴിവാകട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഡോക്ടർമാർ അത് ചെയ്യാറുണ്ട് ഞാനും. പക്ഷേ അത് വളരെ സെലക്റ്റഡ് ഇൻഡിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഏർലി സ്റ്റേജ് ആർത്രൈറ്റിസിൻ്റെ അകത്ത് ഒരു മിനിമൽ സിംറ്റമാറ്റിക് ഇഫക്റ്റ് 3 to 6 months കിട്ടാമെന്ന് മാത്രമാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു വണ്ടർ ഡ്രഗ് അല്ല. അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ചിലർക്ക് എനിക്ക് നല്ല റിസൾട്ട് ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. തൽക്കാലം ഒരു ആശ്വാസം കിട്ടും, അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ മാജിക് വൺ, ഇറ്റ്സ് നോട്ട് എ മാജിക് ഡ്രഗ്, മനസ്സിലായില്ല. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പരീക്ഷണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനുള്ള എവിഡൻസ് നമ്മൾ സയൻറ്റിഫിക് എവിഡൻസ് വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല. 3 to 6 months വരെ ഒരു എഫക്റ്റീവ് വരാം. അപ്പോൾ ഏർലി സ്റ്റേജിലുള്ളവർക്ക് മുട്ട് മാറ്റി വെക്കുന്നത് വരെയുള്ള ഒരു സിംറ്റമാറ്റിക് റിലീഫ് വരാം. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് 3, അതായത് ഒരുപാട് കാർട്ടിലേജ് ഡാമേജ്, മുട്ടിന് വളവ് വന്നവർ, അതിനൊക്കെ ഇതുകൊണ്ട് കാര്യമായി യാതൊരു ഗുണം തന്നെ കിട്ടത്തില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ, അതായത് ഹൈലറാണിക് ആസിഡ് എന്ന് പറയുന്നത്, അത് ഇഞ്ചക്ഷൻ ചെയ്താൽ കുറച്ചൊരു ഒരു ലൂബ്രിക്കേഷൻ ഇഫക്റ്റ് കിട്ടും. മുട്ടിന് കുറച്ച് PRP ഇഞ്ചക്ഷന് കുറച്ച് കാർട്ടിലേജ് വളരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ അത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാർട്ടിലേജ് വളരുന്നതായിട്ട് ഒരു സ്റ്റഡീസും ഇല്ല. ഹൈലറാണിക് ആസിഡ് കാർട്ടിലേജ് വളരാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ലൂബ്രിക്കേഷൻ, നമ്മൾ വണ്ടിക്കൊക്കെ ലൂബ്രിക്കേഷൻ ചെയ്യുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലൂയിഡ് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ്. മുട്ടിനകത്തുള്ള നോർമൽ സൈനോവിയൽ ഫ്ലൂയിഡ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി സിന്തറ്റിക് ആയിട്ട് കൊടുക്കുന്നതാണ് ഹൈലറാണിക് ആസിഡ്. അതിനൊരു കുഷനിങ് ഇഫക്റ്റ് ആണ്. പക്ഷേ അതിനൊരു ഷോർട്ട് ടൈം നല്ല എഫക്റ്റ് ഉണ്ട്. സിംറ്റമാറ്റിക് പേഷ്യന് പെയിൻ കുറയുന്നുള്ളത്. പക്ഷേ സിവിയർ, അതായത് സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നുള്ള വളവൊക്കെ ഉള്ള കേസുകൾക്കും അമിതമായ വണ്ണമുള്ളവർക്കൊന്നും അതൊന്നും കാര്യമായ യാതൊരു ഫലങ്ങളും നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് പ്രകാരം പറയാൻ പറ്റത്തില്ല. പക്ഷേ ട്രൈ ചെയ്യുന്നത് തെറ്റില്ല, കാരണം കൂടുതൽ ദൂഷ്യവശങ്ങളില്ല. ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി അതിൻ്റെ മെത്തേഡ് അനുസരിച്ച്. പക്ഷേ ട്രൈ ചെയ്യുന്നത് തെറ്റില്ല. എസെപ്റ്റിക് പ്രിക്കോഷൻസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഡോക്ടേഴ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൽ നമ്മൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാനുള്ളതൊന്നും നിലവിലില്ല. ഡോക്ടർ, അതുപോലെ നമ്മൾ ഇപ്പോൾ ACL ലിഗ്മെന്റ് ടിയർ വന്ന ഒരാൾ ഫുള്ളി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ, ലിഗ്മെന്റ് സർജറി ഒന്നും ചെയ്യാതെ അങ്ങനെ അത് കാര്യമാക്കാതിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ പൂർണ്ണമായും മുട്ട് തേയ്മാനം വന്ന് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? സാധ്യത ഉണ്ട്, പക്ഷേ ഇമ്മീഡിയറ്റ് അല്ല. ACL ലിഗമെന്റ് ഇഞ്ചുറി യൂഷ്വലി അത് ചെറുപ്പക്കാരിലാണ് വരുന്നത്. വന്നു കഴിയുമ്പോൾ അത് പാർഷ്യൽ ടയർ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും സർജറി ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ചിലപ്പോൾ അത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ കൺസർവേറ്റീവ് എക്സർസൈസ്, റെസ്റ്റ്, അതുകൊണ്ട് കുറച്ചത് ഹീൽ ചെയ്തോളും. അത് എത്രത്തോളം ടയർ ഉണ്ടെന്നുള്ളത് MRI നോക്കി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷവും ക്ലിനിക്കൽ പരിശോധനയായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. എല്ലാ ACL ഇഞ്ചുറിയും നമ്മൾ സർജറിക്ക് ചെയ്യാറില്ല. കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ അതൊരിക്കലും ഹീൽ ചെയ്യത്തില്ല. പക്ഷേ കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 മാസം കൊണ്ട് ചിലപ്പോൾ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ നല്ലപോലെ കുറയും. ആൾക്കാർ താൽക്കാലികമായിട്ട് ഹാപ്പി ആയിരിക്കും. പക്ഷേ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നമുക്ക് സ്പീഡ് നടക്കാനോ ഓടാനോ സ്റ്റെപ്പ് കയറാനോ കളിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ചിലർ സർജറി പേടിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അതായത് അഡ്ജസ്റ്റ് ചെയ്യും, ലൈഫിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. ഫുട്ബോൾ കളിക്കാൻ പോകത്തില്ല, ഓടിക്കൊണ്ടിരുന്ന ആൾ നടന്നാൽ മതി എന്ന് വെക്കും, ഫുട്ബോൾ കളിക്കത്തില്ല. അപ്പോൾ ലൈഫിൽ അവർ റെസ്ട്രിക്ഷൻ വരും പേടിച്ചിട്ട് അല്ലെങ്കിൽ സർജറി വേണ്ടാന്നുള്ളൊരു തീരുമാനം. അത് തീർച്ചയായും പേഷ്യൻ്റെ ഡിസിഷൻ ആണല്ലോ. നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു, നമ്മൾ നിർബന്ധിക്കത്തില്ല, അഡ്വൈസ് ചെയ്യുന്നു, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നു. പക്ഷേ ചിലർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും. അത് പല കാരണങ്ങളുണ്ടാവും, അത് വ്യക്തിപരമായ കാരണമാണ്. അപ്പോൾ നമ്മളത് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയണമെന്ന് പോലുമില്ല. അപ്പോൾ ചിലർ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചു കാലം കൊണ്ട് നീരും വേദനയും കുറയും. പക്ഷേ ഈ ACL ലിഗമെന്റ് മുട്ടിലെ പ്രധാന ഒരു ലിഗമെന്റാണ് ACL ഉം BCL. അതായത് മുട്ടുകൾ നടക്കുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും തമ്മിൽ ഇങ്ങനെ തെന്നി പോകാതിരിക്കാൻ വേണ്ടി ക്രൂഷിയേറ്റ് പോലെ ഇരിക്കും. അതാണ് ക്രൂഷിയേറ്റ് എന്ന് പറയുന്നത്. ഒന്ന് അങ്ങോട്ട് പോകാതെയും ഒന്ന് ഇങ്ങോട്ട് തെന്നി പോകാതെയും വേണ്ടിയിട്ട് ലിഗമെന്റ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു ലിഗമെന്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് മുട്ട് ഉണ്ടാവും, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ മുട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളറിയാതെ തെന്നിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോഴും കാറിൻ്റെ വീലിന് 4 ബോൾട്ടുണ്ട്. ഒരു ബോൾട്ട് ഊരി പോയാലും വണ്ടി ഓടൂല്ലേ? വണ്ടി ഓടും. പക്ഷേ വെട്ടിയായിരിക്കും ഓടിക്കുന്നത്, നമ്മൾ അറിഞ്ഞില്ല. അല്ലെ അത് വെച്ചുകൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ടയർ വെട്ടിത്തയ്യാം, വണ്ടിക്ക് മൊത്തം പ്രശ്നങ്ങൾ വരാം. എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏകദേശം അതുമായിട്ടാണ് നമുക്ക് സാമ്യം പറയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മുട്ടിനകത്തുള്ള ഈ സ്റ്റഡീസ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത്, ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നാൽ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിന് ഡാമേജ് വരും ലോങ് ടൈം. പ്രധാനമായിട്ടും മീഡിയൽ മെനിസ്കസിന് ടയർ വരും, ഈ വാഷറിന് ടയർ വരാം. ആ ടയർ വന്നു കഴിഞ്ഞാൽ അത് കാർട്ടിലേജിന് ഡാമേജ് വരും. അത് പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ പെട്ടെന്ന് അടുത്ത തെന്നലിനായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ 10-15 വർഷം കൊണ്ട് ആ പേഷ്യൻസിന് തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എത്രത്തോളം വരും, മുട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട അത്രയും വരുമെന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻ്റെ ആക്ടിവിറ്റി ലെവലും ബോഡി വെയ്റ്റും ശരീര പ്രത്യേകത, ജനറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ വരാൻ സാധ്യതയുണ്ട്.
അപ്പം നമ്മളൊരു വണ്ടിയുടെ കാര്യം വീണ്ടും എടുത്ത് പറയാം. വണ്ടി മുട്ടിയാൽ നമ്മൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, അത് കൊണ്ട് നടക്കുന്നതാണോ നല്ലത്, റിപ്പയർ ചെയ്തിട്ട് കൊണ്ട് നടക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്തിട്ട് നല്ലതാണ്. റിപ്പയർ ചെയ്യാതെ കൊണ്ട് നടക്കുന്നവരും ഉണ്ട്. ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് ശരിയാക്കി കൊണ്ട് നടക്കാം. അപ്പോൾ അത്രയും ഗ്യാരണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും ഡാമേജ് ഒഴിവാകും. ഇപ്പോൾ ഭാവിയിലുണ്ടാവും, പക്ഷേ അത് എത്രത്തോളം ഉണ്ടെന്ന് ഡിപ്പെൻസ്. എന്തായാലും മുട്ടിനൊരു ഒരിക്കലും ഒരു പരിക്കുണ്ടാകാത്ത ഒരു ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. ഒരിക്കലും ഒരു പരിക്കുണ്ടായി കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ മുട്ടിനുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പോസിബിൾ ആയ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകും. ഡോക്ടർ, അതുപോലെ മുട്ട് തേയ്മാനമുള്ള ഒരു വ്യക്തി, അവർക്ക് ആ ഒരു മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒന്ന് നീട്ടിവെക്കണം അല്ലെങ്കിൽ ഒന്ന് ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. സ്റ്റേജ് 1, അതായത് എയർലി കാർട്ടിലേജ് ചേഞ്ചസ്. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗർത്തങ്ങൾ വീണു, പക്ഷേ വളവൊന്നുമില്ല, സഹിക്കാവുന്ന വേദന, ചില പൊസിഷനിൽ മാത്രം. ആ ഒരു സ്റ്റേജിൽ യൂഷ്വലി അങ്ങനെ ആരും സർജറിക്ക് വരാറുമില്ല. സർജറി അങ്ങനെ പറയത്തുമില്ല, പറഞ്ഞാലും അങ്ങനെ ചെയ്യേണ്ട ഒരു ഇൻഡിക്കേഷൻ ഇല്ല. പെയിൻ മരുന്നൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് ഫിസിയോതെറാപ്പി ചെയ്ത് അങ്ങ് മാനേജ് ചെയ്ത് പോകും. സ്റ്റേജ് 3, സ്റ്റേജ് 4 ആയി കഴിയുമ്പോഴാണ് ഈ സർജറിയിലേക്ക് വരുന്നത്. പെയിൻ സഹിക്കാൻ പറ്റത്തില്ല, പെയിൻ കില്ലർ സ്ഥിരം കഴിക്കാൻ പറ്റത്തില്ല, നടക്കുമ്പോൾ പെയിൻ, സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, താഴെ ഇരിക്കാൻ പറ്റത്തില്ല, ആക്ടിവിറ്റി കൂടുന്തോറും. അപ്പോൾ ആക്ടിവിറ്റി റിസ്ട്രിക്ഷൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ സർജറിയിലേക്ക് കടക്കുന്നത്, പേഷ്യൻ്റെ ബാക്കിയുള്ള ഫാക്ടേഴ്സും കൂടെ നോക്കിയിട്ട്. അപ്പോൾ ഈ സ്റ്റേജ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് 1ഉം 2ഉം 3ഉം 4ലേക്ക് പോകുന്നത് നമുക്ക് തടയാനുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്ക് വയസ്സ് കൂടുന്നു എന്ന് പറയുന്ന പോലെ മുട്ടിൻ്റെയും തേയ്മാനം സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 അങ്ങനെ കൂടിക്കൂടി പോകും. കൂടിക്കൂടി പോകും തോറും വളവ് വന്നു കഴിഞ്ഞാൽ മുട്ടിന് ചുറ്റുമുള്ള ലിഗമെൻറ്റും ലാക്സ് ആവും. അപ്പം അങ്ങനെയാണ് മുട്ട് വളയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർജറിയുടെ കോംപ്ലക്സിറ്റിയും കൂടും. നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഇംപ്ലാൻസ് അല്ലാതെ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസും കൂടുതൽ കോംപ്ലിക്കേറ്റഡും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇംപ്ലാൻസ് ഒക്കെ വേണ്ടി വരും വളവൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റേജ് 3ഓ സ്റ്റേജ് 4ഓ ആയിക്കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് സിംറ്റംസ് അനുസരിച്ചാണ്. പെയിൻ ഉണ്ടെങ്കിൽ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അത് ചെയ്തു പോകുന്നതാണ് നല്ലത്. പിന്നെ തടയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എയർലി അതിൻ്റെ തുടക്കം ഉണ്ടെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പരിക്കില്ലാത്തവർക്കാണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പരിക്കുണ്ടാവാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ മുട്ടുവേദന ഉണ്ടെങ്കിൽ നിലത്തിരിക്കരുത്, കുത്തിയിരിക്കുക, മുട്ട് കുത്തിയിരിക്കുക, ചമ്രം പണിഞ്ഞിരിക്കുക, ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കാം. നമ്മുടെ പ്രാർത്ഥനകളിലും എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മതങ്ങളിലും ഉണ്ട്, ഇരിപ്പുണ്ട്, താഴെ ഇരിപ്പുണ്ട്. പക്ഷേ അത് ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും പെയിൻ ഉണ്ട് അല്ലെങ്കിൽ മുട്ടിനൊരു പരിക്കുണ്ടെങ്കിൽ അതുപോലെ വാഷ്റൂമിലായാലും നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് അതാണ് നല്ലത്. ഇരുന്നുകൊണ്ട് മുട്ട് എത്രത്തോളം മടക്കുന്നതോ അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നതല്ല. പക്ഷേ ബോഡി വെയിറ്റോട് കൂടി മുട്ടിന് പരിക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഇരിപ്പ് ഒഴിവാക്കണം. അതായത് കുത്തിയിരിക്കുക, മുട്ട് കുത്തിയിരിക്കുക, ചമ്രം പണിയിരിക്കുക, ഇതെല്ലാം താഴെ ഇരിക്കുന്നത് ഒഴിവാക്കുന്നതാണ്. എന്തെങ്കിലും പരിക്കിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലത്. സ്റ്റെപ്പ് കയറാം, പക്ഷേ വെയിറ്റ് എടുത്തുകൊണ്ട് കയറരുത്. വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കുക. ലഗേജ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ലഗേജ് എടുത്തുകൊണ്ട് നടക്കരുത്. അങ്ങനെ മുട്ടിനൊരു പരിക്ക് പറ്റാതെ നോക്കണം. പിന്നെ ലോ ഇമ്പാക്റ്റ് എക്സസൈസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അതായത് എക്സസൈസ് ചെയ്യാം, പക്ഷേ ഓടുന്നതും ചാടുന്നതോ കോണ്ടാക്ട് സ്പോർട്സ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ സ്വിമ്മിങ് ചെയ്യാം. ഏറ്റവും നല്ല എക്സസൈസ് സ്വിമ്മിങ്ങാണ്. പരിക്ക് വരത്തില്ല. എന്നാൽ ബയാൻസി ഫോഴ്സ് ഉള്ളത് കൊണ്ട് എല്ലാ എക്സസൈസും കിട്ടും. നമ്മൾ നല്ല കാലറി കൺസ്യൂം ചെയ്യും, മസിൽസ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇഞ്ചുറി സാധ്യത വളരെ കുറവാണ്. ഈവൻ സർജറി കഴിഞ്ഞാൽ പോലും പുറത്തെ കൺട്രീസിലുമൊക്കെ സ്വിമ്മിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പണ്ട് ഉമ്മൻചാണ്ടി സാറ് ഹിപ്പിൻ്റെ സർജറി കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ കൂടെ നടക്കുന്നത്, പണ്ട് കരുണാകരൻ സാറ്, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സാമ്പിൾസ് അതൊക്കെ അതിൻ്റെ അകത്താണ്. സ്വിമ്മിങ്ങാണ് ഏറ്റവും നല്ലത്. നടക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഓടുന്നതും ചാടുന്നതും അങ്ങനെയുള്ള ഹൈ ഇമ്പാക്റ്റ് എക്സസൈസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലോ ഇമ്പാക്റ്റ് എക്സസൈസ് ചെയ്യാം. പിന്നെ വേദന ഉണ്ടെങ്കിലും ഇല്ലേലും മുട്ടിൻ്റെ എക്സസൈസ്, മസിൽ സ്ട്രെങ്തനിങ്ങും, പിന്നെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് എക്സസൈസ്, പിന്നെ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ്, ഇതൊക്കെ എല്ലാവരും ചെയ്യണം. ഇപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ട്. പണ്ടൊന്നും ഈ അവയർനെസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 10 വയസ്സായ 5 വയസ്സായ കുട്ടികൾ പോലും ഫിറ്റ്നസിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. അവർ എക്സസൈസ് ചെയ്യും. ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും നമ്മുടെ ആ ഒരു ജനറേഷൻ മാറി വരികയാണ്. തീർച്ചയായും നല്ല കാര്യമാണ്. ഫ്യൂച്ചറിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം ഏർലി ഏജിൽ തന്നെ എല്ലാവരും കോൺഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പരിക്കുണ്ടാകാനുള്ള സാധ്യത കുറയും. അപ്പോൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. ഹൈ ഇമ്പാക്റ്റ് ഇഞ്ചറീസ് ഒഴിവാക്കുക. ലോ ഇമ്പാക്റ്റ് എക്സസൈസ് ചെയ്യുക. പിന്നെ ഫുട്വെയറും ഇമ്പോർട്ടൻ്റ് ആണ്. ചെരുപ്പ്, അതായത് നമ്മൾ നടക്കുമ്പോഴോ ഓടുമ്പോഴോ എല്ലാം ആ കാലിൻ്റെ പാദത്തിൻ്റെ ഇമ്പാക്റ്റ് നേരെ മുട്ടിലേക്കാണ് വരുന്നത്. പതുക്കെ നമുക്ക് അതിൻ്റെ ആർച്ച് സപ്പോർട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് പോലെ ഉപയോഗിച്ച് നടക്കുകയോ, ഇപ്പോൾ കളിക്കുവാണേലും
നടക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഷൂസും ചെരുപ്പുകളെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുള്ളൂ, ഈവൻ നടക്കുമ്പോൾ പോലും. പരിക്ക് വരുന്ന ഒരു ഇമ്പാക്റ്റ് വരുന്ന രീതിയിൽ കാലിൻ്റെ നമ്മുടെ അത് ആ ടൈപ്പ് ഫുട്വെയർസ് ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യോ അതോ ഓൾവേസ് അത്ര ഒരു മെഡിക്കൽ അതിന്റെ ആവശ്യമില്ല. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കണം. കാലിന് മെയിനായിട്ട് ആർച്ച് സപ്പോർട്ട് വേണം, എസ്പെഷ്യലി ഹൈ ഹീൽ ഷൂസ്. ഈ ഇതായിരിക്കുമല്ലോ ഡോക്ടർ, അതായത് ഫൂട്ട് വന്നിട്ട് ഫ്ലാറ്റ് ഫൂട്ട് ആയിട്ടുള്ളവർക്കൊക്കെ അതെ, അവർക്കെല്ലാം ഈ ആർച്ച് സപ്പോർട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കണം. നോർമൽ ആയിട്ടുള്ളവർക്കും അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഷൂസ് ഉപയോഗിക്കുള്ളൂ. ഹൈ ഹീൽ ഷൂസ് ഇട്ടുകൊണ്ട് ഒരുപാട് നടക്കുന്നതൊക്കെ സ്ട്രെയിൻ വരും, മുട്ടിനും നടുവിനും ഒക്കെ സ്ട്രെയിൻ വരും. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് തന്നെ കംഫർട്ട് ഫീൽ ചെയ്യാവുന്ന ചെരുപ്പുകൾ ഇടാവുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടും. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഒരു പരിക്ക് വന്നാൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. അതൊരു ഇന്നല്ലെങ്കിൽ നാളെ അതൊരു പ്രശ്നം ഉണ്ടാവും. അത് കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് വേണ്ടത് ചെയ്ത് പോയാൽ കുഴപ്പം വരത്തില്ല. പണ്ട് കാരണവന്മാർ പറയുന്ന പോലെ എന്താ, മുള്ളുകൊണ്ട് എടുക്കേണ്ടത് അവസാനം തൂമ്പുകൊണ്ട് എടുക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകും. അല്ല, അതിന് പല കാരണമുണ്ട്, കുറ്റം പറയല്ല, വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, സർജറി പേടിയുള്ളവരുണ്ട്. ചെയ്താൽ ചെലവ് കുറവായിരിക്കും, പിന്നെ അല്ലേ അതെ 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 കൂടുതൽ കോംപ്ലക്സ് സൈഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വിദഗ്ധ ഉപദേശം എടുത്ത് അത് വേണ്ടതുപോലെ കറക്റ്റ് ചെയ്ത് പോകണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. തേയ്മാനം കൂടാതിരിക്കാനും തേയ്മാനം വരാതിരിക്കാനും അതുകൂടാതെ ജനറലായിട്ടുള്ള ജോയിന്റുകളുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ നേരത്തെ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ചെറുപ്പക്കാർക്ക് ഈ മുട്ടുമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യാറുണ്ടെങ്കിൽ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്, അതെങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? എന്താ സിനിമയിൽ എന്തോ പറഞ്ഞ പോലെ, എവിടെയാ പറഞ്ഞ പോലെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞു. ഈ കാര്യത്തിൽ അത് പൂർണ്ണമായിട്ട് ശരിയല്ല, പക്ഷേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. കാരണം റെക്കോർഡിക്കൽ പ്രകാരം ലോകത്ത് 20 വയസ്സും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കുറഞ്ഞ ആളിൽ റീപ്ലേസ്മെന്റ് ചെയ്തത് എക്സാക്ട് റെക്കോർഡ്സ് അതിനകത്ത് അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. അതായത് നീ റീപ്ലേസ്മെന്റ് ചെയ്തത്. പക്ഷെ അത് തേയ്മാനം കൊണ്ടല്ല. അത് ഈ രണ്ട് സിറ്റുവേഷൻസ്, ഒന്ന് തേയ്മാനം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു, പിന്നെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ സന്ധിവാദം. അതിന് ഏജ് അഡ്വാൻസ്ഡ് ഡിസീസ് ഉള്ളവർക്ക് ഇയർലി ഏജിൽ തന്നെ നല്ല ഡിഫോമിറ്റീസും ആർത്രൈറ്റിസും വരും. അത് തേയ്മാനമല്ല, വേറെ അല്ല, ആ മുട്ടിനകത്ത് കാർട്ടിലേജ് സൈനോൾ ടിഷ്യൂവും ഇൻഫ്ലെയിംഡ് ആയിട്ട് കാർട്ടിലേജ് പോകുന്നതാണ്. അപ്പോൾ അവർക്ക് 18 വയസ്സ് 20 വയസ്സ് തൊട്ട് തന്നെ വളരെ സിവിയർ ആയിട്ട് ഡിഫോമിറ്റി, നടക്കാൻ മേലാത്ത രീതിയിൽ ക്രിപ്പിൾഡ് ആയിട്ട് ബെഡ് റിട്ടൺ ആയിട്ട് വരെ പോകാം. അങ്ങനെയുള്ളവർ 2 മുട്ടും 2 ഹിപ്പും മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാം. കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആവണമെന്നില്ല, പക്ഷേ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് അത് വരാം. അങ്ങനെയുള്ളവർക്ക് എയർലി സ്റ്റേജ് നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്, കൈമുട്ടിനും ഒക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിക്കാണ് ഈ പറഞ്ഞ ഈ യങ്ങർ ഏജ് ചെയ്തത്. ഏറ്റവും ഓൾഡ് ഏജ് ചെയ്തതായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള 101 വയസ്സാണ്. എബ്രോഡ് പുറത്താണ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ റെക്കോർഡ് 98 വയസ്സാണെന്ന് തോന്നുന്നു. എൻ്റെ എക്സ്പീരിയൻസ് 96 വയസ്സാണ്. 96 വയസ്സുള്ള ചെയ്തിട്ടുണ്ട്. എന്താന്ന് ഈ പറഞ്ഞാൽ മുമ്പ് ചോദിച്ചതിൻ്റെ കാരണം പറഞ്ഞാൽ പേഷ്യൻ്റ് ഡിമാൻഡ് ചെയ്യുന്നു. ഒരു വളരെ സീനിയറായിട്ടൊരു പേഴ്സണാണ്. പുള്ളിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കണം. പുള്ളി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ, പുള്ളി മോളും കൂടെ വന്നു, എനിക്ക് നടക്കണം, എനിക്കൊന്നും പറയാനില്ല. അപ്പം നമ്മൾ പറയുന്ന കോംപ്ലിക്കേഷൻസ് പറയാം. ഏജ് ഉള്ളതുകൊണ്ട് അനസ്തീഷ്യ കൊടുക്കുന്നുണ്ട്, സർജറി ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് തീർച്ചയായും കംപ്ലീറ്റ്ലി പേഷ്യൻ്റെ ഡിസിഷനാണത്. ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നു, നമ്മൾ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, പക്ഷേ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കേണ്ട പേഷ്യൻ്റ് അത് വേണോ വേണ്ടയോ. അതെന്ത് കാര്യത്തിൽ അങ്ങനെയല്ലേ, അതിൻ്റെ റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയാണോ? അല്ല, വേണ്ട, റിസ്ക് എടുക്കണ്ട, ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് പേഷ്യൻ്റെ ഡിസിഷനാണ്. നമ്മൾ ഇൻഫോം ചെയ്യും. നമ്മൾ കൺസെൻറ്റ് എടുക്കുമ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഷ്യൻ്റ് എന്നോട് എനിക്ക് നടക്കണം, ഒറ്റ വാക്കേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, 96 വയസ്സായ വണ്ണമുണ്ട്, പക്ഷേ വേറെ അധികം അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ ഏജ് എപ്പോഴും 75 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കും, കുറച്ച് അസുഖങ്ങൾ കോംപ്ലിക്കേഷൻസ് റേറ്റ് ഒക്കെ കൂടുതലാണ്. നമ്മൾ നടക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാം പറഞ്ഞ് കൺവിൻസ് നമ്മളത് ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നു. പക്ഷേ എങ്ങനെ ഓടിച്ചാടി നടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, ആള് ഹാപ്പിയാണ്. തീർച്ചയായും നമ്മൾ ആ റിസ്ക് എടുത്ത് ചെയ്തു. പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിലല്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് 96 വയസ്സ് വരെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു റെക്കോർഡാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ കൃത്യം അറിയില്ല. ഇങ്ങനെ ഡോക്യുമെന്റ്സ് അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് പേഷ്യൻ്റെ അവസ്ഥയും ആ കണ്ടീഷനും അനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. യങ്ങർ ഏജിൽ കൂടുതൽ വേണ്ടി വരുന്നത് ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ലൈക്ക് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. തേയ്മാനം കൊണ്ടുണ്ടാകുന്നത് യൂഷ്വലി നമ്മൾ ചെയ്തു വരുന്ന ഒരു 60 തൊട്ട് 75 വയസ്സ് വരെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അതിന് മുകളിലേക്ക് ചെയ്യുന്നത് കുറച്ച് ഗാർഡഡ് ആണ്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ ആവശ്യമാണെങ്കിൽ നമ്മളത് ചെയ്യും. 55 വയസ്സ് പക്ഷേ അവർ വില്ലിങ് ആണ്, അവരുടെ ഫിസിയോളജിക്കൽ ഏജ് ഓക്കെയാണ്.
ഓക്കെ ആണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രിക്കോഷൻസ് എടുത്തോട്ട് ചെയ്യാം. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ ഒരു മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, നീ റീപ്ലേസ്മെന്റ് സർജറി, അതിൽ എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, അതൊരു ചോദ്യമാണ്. അത് പലരും ക്യൂരിയസ് ആണ്. പിന്നെ ഗൂഗിളിൽ നോക്കാം, അപ്പം എല്ലാം ഉണ്ട്. എയോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വരെ കാണിച്ചു തരും. അപ്പോൾ ഈ കാലത്ത് ഡോക്ടറോട് പലരും ചോദിക്കാറില്ല. ഡോക്ടർക്ക് ഇതെല്ലാം പലരും വന്ന് ചോദിക്കുന്ന ഡോക്ടർക്ക് ഇതെല്ലാം അറിയാമെന്ന് അറിയാൻ വേണ്ടി. അതെ, അത്രത്തോളം നോളജുമായിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കണം തീർച്ചയായും. കാരണം അത്ര ആക്സസ് ആണ്, ആൾക്കാർ അത്ര എഡ്യൂക്കേറ്റഡ് ആണ്. തീർച്ചയായും നമ്മുടെ പണി എളുപ്പമുണ്ട്. പകുതി കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, പറഞ്ഞ് കാരണം അവർക്കൊരു ഹാഫ് നോളജ് ഉണ്ട്. കുറച്ച് തെറ്റുണ്ടാവാം, പക്ഷെ നമ്മൾ തിരുത്തി കൊടുത്താൽ മതി. പണ്ടത്തെ പോലെ തുടക്കം തൊട്ട് പറയേണ്ട കാര്യമില്ല. അവർ പറയുന്നതിൻ്റെ ബാക്കി നമ്മൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്താലും മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അത് മാറ്റി ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആൻഡ് യൂണികോണ്ടൈലർ റീപ്ലേസ്മെന്റ്. മുട്ടിൻ്റെ അകത്ത് ഒരു സൈഡ് മാത്രം മാറ്റിവെക്കുന്നത് UK എന്ന് പറയും, യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെന്റ്. അത് ഒരു സൈഡ് മാത്രം ഡാമേജ് ഉള്ളവർക്ക് യങ്ങർ ഏജിൽ ചെയ്യുന്നതാണ്. പക്ഷേ അത് അൾട്ടിമേറ്റ് ആയിട്ട് മറ്റേ സൈഡിലും വന്നാൽ 10 വർഷമോ 15 വർഷം കഴിയുമ്പോൾ ഇതുപോലെ റിവൈസ് ചെയ്യേണ്ടി വരാം. മുട്ടിനകത്ത് ഈ തുടയുടെ അറ്റത്തുള്ള എല്ലെന്ന് പറയുന്ന ഫീമർ ബോണാണ്, അതിൻ്റെ അറ്റവും പിന്നെ ടിബിയ എന്ന് പറയുന്നതിൻ്റെ അപ്പർ പാർട്ട്. ഇത് രണ്ടും ഇംപ്ലാന്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യും. ഏകദേശം ഒരു 9 mm 10 mm, അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ അനുസരിച്ച്, അല്ല ഇംപ്ലാന്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്യും. കാർട്ടിലേജും ബോൺ പീസും കൂടെ ഒരു റെക്ടാങ്കുലർ ടൈപ്പ് കട്ട് ചെയ്യും. ഫീമർ ടിബിയ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യും. ചിലപ്പോൾ ചെറിയ സ്ലോപ്പ് ഇടും. അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള മെറ്റൽ ഇൻസേർട്ട് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. ബോൺ സിമെൻറ്റ് എന്ന് പറയും, പോളിമീഥൈൽ മീഥാക്രിലേറ്റ്, PMM എന്ന് പറയുന്ന സിമെൻറ്റ് വെച്ചിട്ട് അത് അതിലേക്ക് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. അത് കാർട്ടിലേജും ബോണിന് പകരം ആ എൻസ് രണ്ടും കവേർഡ് വിത്ത് ഈ മെറ്റൽസ് ആയിരിക്കും. പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന മുമ്പേ ഞാൻ വാഷർ എന്ന് പറഞ്ഞില്ല, മെയിൻസ് അതിന് പകരമുള്ള ഹൈലി ക്രോസ് ലിങ്ക്ഡ് പോളിത്തീൻ എന്ന് പറഞ്ഞ പ്രത്യേകതരം ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇത് മൂന്നും കൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മൂന്നും കൂടെ ഒരു യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ മുട്ടിൻ്റെ അകത്ത് പകരം കംപ്ലീറ്റ് പുതിയ സാധനങ്ങളായിരിക്കും. പിന്നെ അതിൽ തന്നെ 2 തരം ടൈപ്പ് ഉണ്ട്. ഈ ACL PCL എന്ന് ഞാൻ പറഞ്ഞല്ലോ, PCL എടുക്കാതെ ACL മാത്രം കളഞ്ഞിട്ട് PCL റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. കാർട്ടിലേജ് 2 സൈഡ് ബോണൊക്കെ മാറ്റും, പക്ഷേ ഈ ലിഗമെന്റ് ഓർണ റിട്ടേൺ ചെയ്യും. അത് ക്രൂഷ്യേറ്റ് റിട്ടേണിംഗ് ടൈപ്പ് എന്ന് പറയും. പിന്നെ PS knee എന്ന് പറയും, പോസ്റ്റീരിയർ സ്റ്റെബിലൈസ്. അത് എൻ്റെ ഒരു ടെക്നിക്കൽ ടൈം എന്ന് മാത്രമേ ഉള്ളൂ. ചിലതിൽ ACL-ഉം PCL-ഉം കൂടി ഇടും. അത് ചില സിറ്റുവേഷൻസ് അനുസരിച്ച് പൂർണ്ണമായിട്ടും സർജൻ്റെ തീരുമാനമാണ്. അത് ആ പേഷ്യൻ്റ് ഏതാണ് നല്ലത്, അപ്പോൾ PCL നല്ലതാണ്. അല്ലാതെ ഇപ്പം പേഷ്യൻ്റ് എനിക്ക് ആ നീ മതി, PS knee മതി, അല്ലെങ്കിൽ CR വേണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് ലോജിക്കില്ല. സർജറി സമയത്താണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ PCL റിട്ടേൺ ചെയ്യാൻ നോക്കി അത് ഹെൽത്തി അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് മറ്റേതിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ സമയത്ത് തന്നെ മറ്റേതിലേക്ക് മാറേണ്ടി വരും. പേഷ്യൻറ്റ് സംബന്ധിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പലതരം ടൈപ്സ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് നീ റീപ്ലേസ്മെൻറ്റ് കാർട്ടിലേജും ബോണും റീപ്ലേസ് ചെയ്യും. പിന്നെ മുട്ടിൻ്റെ അകത്ത് ഒറിജിനലായിട്ടൊന്നും ഉണ്ടാവില്ല. മുട്ടിൻ്റെ ആ ജോയിൻറ്റിൻ്റെ 2 ഭാഗവും അപ്പർ പാർട്ടും ലോവർ പാർട്ടും കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്വർണ്ണത്തിൽ മുട്ട് വെക്കുമോ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഗോൾഡ് മുട്ട്, ഗോൾഡ് അല്ല, യൂഷ്വലി ഇത് ഉപയോഗിക്കുന്ന ഈ ഒരു അലോയിയാണ്, മെറ്റൽ അലോയിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചിലതിന് ടൈറ്റാനിയം, ചില പീസുകൾ കമ്പോണൻറ്റ് ടൈറ്റാനിയം ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ ഞാൻ പറഞ്ഞാൽ ഹൈലി ക്രോസ്റ്റിംഗ് പോളിത്തീൻ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മെറ്റൽ അലർജി ഉണ്ട്. മെറ്റൽ അലർജി ഉള്ളവർക്ക് ആ ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ഉള്ള അലോയുടെ മുകളിൽ കോട്ട് ചെയ്യുന്നതാണ്. ഗോൾഡ് കളറിൽ ഒരു പ്രത്യേക മെറ്റീരിയൽ കോട്ട് ചെയ്യുന്നുണ്ട്, കവറിങ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഗോൾഡൻ കളറായിരിക്കും. പേഷ്യന് കാണാൻ പറ്റത്തില്ല, അകത്ത് കിടക്കുന്ന ചെയ്യുമ്പോൾ ഡോക്ടർക്ക് ഒരു സന്തോഷം. അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പേഷ്യനെ കാണിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ആ പേഷ്യൻ ഒരിക്കലും അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു കൺസെപ്റ്റ്. പക്ഷേ അത് ചില പ്രത്യേക സിറ്റുവേഷൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ ടോട്ടൽ നീ എന്ന് പറഞ്ഞാൽ മുട്ടിനകത്തെ മൂന്നാമത്തെ കമ്പോണന്റ് മുട്ടിയരട്ട, പറ്റല്ല, ഫ്രണ്ടിലുള്ള ചെറിയ ബോണ്. അത് നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ കുറച്ച് ചെയ്യാറുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കുറച്ച് ഭാഗം എൻ്റെ തിക്നെസ് കുറച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റൽ ഇംപ്ലാന്റ് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷെ അത് നമ്മുടെ സൈസ്, നമ്മുടെ മുട്ടിൻ്റെ സൈസും പറ്റലയുടെ സൈസും കമ്പാരിറ്റീവ്ലി സായിപ്പന്മാരെ വെച്ച് നോക്കുമ്പം ചെറിയ ആൾക്കാരാണല്ലോ. അപ്പോൾ ഇത് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് വെക്കാറില്ല. ആ ഒരു പീസ് മാത്രം ഊരിപ്പോകാൻ സാധ്യതയുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ്. മറ്റേതിൻ്റെ അത്രയും ലാസ്റ്റിംഗ് ആയിരിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അത് റീഷേപ്പ് ചെയ്യുള്ളൂ, പറ്റില്ല. അതിന് ചുറ്റും ഒരു ഡിനർവേറ്റ് ചെയ്ത് പെയിൻ ഉണ്ടാകാത്ത രീതിയിൽ ആ ഒരു പീസ് മാത്രം ഫ്രണ്ടിൽ. പക്ഷെ അത് പ്രാക്ടിക്കലി വലിയ പ്രശ്നം വരാറില്ല. പക്ഷേ അപ്പം ഈ 3 കമ്പോണൻ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 2 കമ്പോണൻ്റ് മാറ്റി വയ്ക്കും. പക്ഷേ നമ്മൾ ജനറൽ ടൈം ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്നാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഡോക്ടർ. അതുപോലെ
ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായ വേദന ഉണ്ടാകുമെന്ന് പേടിച്ച് പലരും ഈ സർജറി ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ വേദന അത്രയും പെയിൻ ഉണ്ടാവുമോ? അതുപോലെ ആഫ്റ്റർ സർജറി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? വേദന ഒരു പ്രധാന ഒരു കാരണമാണ്. എൻ്റെ അടുത്ത് വരുന്നതോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്? വേദന കാരണം. അപ്പോൾ ഇത് കഴിഞ്ഞ് വേദന ഉണ്ടാവുമെന്ന് കൂടുമോയെന്ന് ചോദിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമുണ്ടോ? ഇല്ല. വേദന കുറയ്ക്കാൻ വന്ന ഒരാളുടെ അടുത്ത് നമ്മൾ വേദന കൂട്ടുന്ന ഒരു കാര്യം ചെയ്യുമോ? ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ലല്ലോ. വേദന ഒന്നുകിൽ വേദന മാറ്റണം, അല്ലെങ്കിൽ വേദന നല്ല രീതിയിൽ കുറയ്ക്കണം. ഇതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിനാണല്ലോ വന്നതും നമ്മൾ ചെയ്യുന്നതും അതാണല്ലോ. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മേജർ സർജറി. ബോണിൻ്റെ രണ്ടറ്റം കട്ട് ചെയ്യുന്നുണ്ട്, ഇംപ്ലാന്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെയിൻ ഉണ്ടാകുന്ന ഒരു സർജറിയാണ്. പക്ഷേ പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അത്യാധുനികമായ മെത്തേഡ്സുകളും രീതികളും വളരെയധികം ഡെവലപ്ഡാണ്. അപ്പോൾ പ്രാക്ടിക്കലി പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാകും, അങ്ങനെ കാര്യമായിട്ട് പെയിൻ ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ അതിനകത്ത് റെഗുലറായിട്ട് ചെയ്തു പോകുന്നു. ഒന്ന്, സർജറിയുടെ തന്നെ മെത്തേഡ്സ് ഭയങ്കരമായിട്ട് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതായത് ഇൻസിഷൻ്റെ നീളം കുറച്ച് മാറ്റി ചെയ്യാറുണ്ട്. അകത്ത് യൂസ് ചെയ്യുന്ന അകത്ത് പണ്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന മുട്ടിനകത്ത് ഒരു മസിൽ കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളത് ഈ ഇംപ്ലാന്റ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ടെക്നിക്കുകൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ മസിൽ കട്ട് ചെയ്യാതെ ഒരു സൈഡിൽ നിന്ന് അകത്തി മാറ്റി മാത്രം വെച്ചിട്ട്, മനസ്സിലായില്ലേ? മസിൽ കട്ട് ചെയ്യത്തില്ല. അപ്പം മിനിമൽ ഈ സോഫ്റ്റ് ടിഷ്യൂസിനും മസിൽസിനും മിനിമൽ ട്രോമ വരുന്ന രീതിയിലുള്ള സർജിക്കൽ മെത്തേഡ്സുകൾ ഇപ്പോൾ എല്ലായിടത്തും തന്നെ, ഒരാളൊന്നുമല്ല എല്ലായിടത്തും തന്നെ നമ്മൾ അങ്ങനെയുള്ളതാണ് ഇപ്പം ചെയ്യുന്നത്. അത് നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സർജറി സമയത്തും മുട്ടിനകത്ത് മരുന്നിൻ്റെ കോമ്പിനേഷൻസ്, കോക്ടെയിൽ നമ്മൾ പറയും. അതായത് പെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്കും കൂടെ മിക്സ് ചെയ്തിട്ട് മുട്ടിനകത്ത് ജോയിൻറ്റിൽ നമ്മൾ സർജറി സമയത്ത് തന്നെ ഇഞ്ചെക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു 24 to 48 അവേഴ്സിലേക്ക് പേഷ്യൻറ്റിന് പെയിൻ നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ വ്യത്യാസം വരും, മനസ്സിലായില്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ സിവിയർ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക്, അല്ലെങ്കിൽ 2 കാലും മുട്ട് മാറ്റി വെച്ചവർക്ക് ഈ നമ്മൾ എപ്പിഡൂറൽ അനസ്തീഷ്യ എന്ന് പറയും, നട്ടലിന് ഓപ്പറേഷൻ ചിലപ്പം ബൈലാറ്ററൽ ആണെങ്കിൽ 2 സൈഡും ചെയ്യുവാണെങ്കിൽ നമ്മൾ എപ്പിഡൂറൽ സ്പൈനൽ നീഡിലിടും. ആ നീഡിൽ മെയിൻറ്റെയിൻ ചെയ്യും 2 to 3 ഡേയ്സിലേക്ക്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് അനസ്തീഷ്യ മരുന്നല്ല, വേദന കുറയാനുള്ള മരുന്ന് അതിൽ കൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള ആ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഒരു മെത്തേഡ്. പിന്നെ നെർവ് ബ്ലോക്ക് എന്ന് പറയുന്ന മുട്ടിന് ഇപ്പോൾ നല്ല ഓപ്പറേഷൻ സമയത്ത് കൊടുക്കുന്ന കൂടാതെ ഈ തൊടയുടെ ഭാഗത്തും മിഡിൽ ഭാഗത്തുമായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്ന മെത്തേഡ്സ് ഉണ്ട്. അനസ്തെറ്റിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടർ കൊടുക്കും. അത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ റിലീഫിന് അങ്ങനെയുള്ള പല മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ലോക്കലി നീരും ഇങ്ങലും കുറയ്ക്കാൻ വേണ്ടി ക്രയോതെറാപ്പി അല്ലെങ്കിൽ ഐസ് വെക്കും നമ്മൾ. ഇപ്പോൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിട്ട് 3-4 തവണ മിനിമം വെച്ച് കഴിഞ്ഞാൽ ആ സ്വെല്ലിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പെയിൻ റിലീഫും ഉണ്ട്, ഇതുണ്ട്. പിന്നെ അനാൾജസിക്സ്, പെയിൻ കില്ലറൊക്കെ ചെറിയ തോതിൽ ചെയ്യും. നമ്മൾ ഇത്തരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അങ്ങനെ ഒരു പെയിൻ കില്ലറിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് പേഷ്യൻറ്റിനെ നടത്തിക്കുക, മൊബിലൈസ് ചെയ്യുക. ആ മസിൽ ടോണൊക്കെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുകളും പെയിനും കുറയും. പെയിൻ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ പ്രാക്ടിക്കലി ആർക്കും കംപ്ലൈൻറ്റ് ഇല്ലാതെ പോകും. വളരെ ചുരുക്കം ചിലർക്ക്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര ചെറിയൊരു പെയിൻ വരുമ്പോഴേക്കും ചിലർ കരയുന്നവരുണ്ടല്ലോ. എന്നാൽ ചിലർ ആൾക്കാരെ സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റ് ആണ്. അല്ലാത്തവർക്കൊന്നും ഒരു 95% ആൾക്കാരും അത് വളരെ അൺഇവൻറ്റ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകും. പക്ഷേ ഡെഫിനറ്റ്ലി ആദ്യത്തെ ഒരു 3-4 ദിവസത്തേക്ക് ഒരു ഡിസ്കംഫർട്ട്, അതൊരു മേജർ സർജറിയാണ്. അപ്പം അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പണ്ടൊരു പേഷ്യൻറ്റിനോട് ചോദിച്ചു, ഡോക്ടറിൻ്റെ കാലം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നതാണ്, അതുകൊണ്ട് അവർ നമ്മൾ ഫ്രീഡം ഉണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഞാനില്ല, വേദന ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. എന്റെ കാലം ചെയ്തിട്ടുണ്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നോട് ഒരു ചോദിച്ചതാ, പണ്ടൊരു ഹിപ്പ് സർജറി ആയിരുന്നു. 90 വയസ്സുള്ള ഒരു ഹിപ്പ് സർജറിയും ചെയ്യും അല്ലേ? 90 വയസ്സുള്ള പുള്ളി സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെന്ന് ചോദിച്ചു, ആച്ചാ എങ്ങനെയുണ്ട്, വേദനയൊക്കെ പോയില്ലേ? അപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഒരു കോൺഫിഡൻസ് ചോദിച്ചതാ. ഒന്നും മിണ്ടാ പുള്ളി ഒരു മിനിറ്റ് എൻ്റെ നേരം നോക്കിയിട്ട് ചോദിച്ചു, സാറിൻ്റെ ഹിപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ആ കുറച്ച് പെയിൻ ഉണ്ടെന്ന്, അതായത് അത്ര നിസ്സാരവൽക്കരിച്ച് നമ്മൾ പറയരുതെന്ന് 90 വയസ്സുള്ള അച്ഛൻ എന്നോട് എനിക്കൊരു ഉപദേശം പോലെ തോന്നും. തീർച്ചയായും നമ്മളതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. അങ്ങനെയാണ്, അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം സർജറി കാര്യം വരത്തില്ലല്ലോ. സർജറി കഴിഞ്ഞവർ പിന്നെ ഈ പെയിൻ നമ്മൾ മുൻപ് അനുഭവിക്കുന്നതിനേക്കാളും
ഈ സർജറിയുടെ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ ഒരുപാട് മാറുമല്ലോ. തീർച്ചയായും മാറും. ആദ്യത്തെ ഒരു 2-3 ദിവസത്തേക്ക് ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാവും. അത് കൂടുതലൊരു ആങ്സൈറ്റി, ആൾക്കാരുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ച്. പക്ഷേ പെയിൻ കൂടുതലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള മെത്തേഡ്സ് നമുക്കുണ്ട്. പക്ഷെ അത് പേഷ്യന്റിനെ ഡിപ്പെൻഡ് ആയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കൊടുക്കും. ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് അപ്പോൾ ആ മസിൽസ് ഒക്കെ ബെറ്റർ ആവും. യൂഷ്വലി നമ്മൾ മുട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാക്കറൊക്കെ ഒരു 3 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാൻ പറയും. കാരണം ആ മസിലൊന്ന് ബലപ്പെടുത്തി വരുന്നവരെ വീഴാനുള്ള സാധ്യതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റ് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് വാക്കറോ ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ സ്റ്റെപ്പ് കയറിക്കുക, നടത്തിക്കുക, എയർലി മൊബിലൈസ് ചെയ്യുക. അപ്പോൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും പേഷ്യന്റ്? യൂഷ്വലി ഞാൻ 3 to 5 days ആണ് കിടത്താറ്. അപ്പം ഈ 3 to 5 days അതിനകത്ത് ഈ ചെയ്ത പേഷ്യന്റിനെ നടത്തിപ്പിച്ചിട്ടാണോ അന്ന് വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ നടത്തിക്കും. നെക്സ്റ്റ് ഡേ നടത്തിക്കും. വിത്തിൻ 24 hours നടത്തിക്കും. അപ്പോൾ അത് അതിന് ബാക്കിയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് നടക്കും. അവർക്ക് പേടി കാരണം ഇല്ലില്ല, നമ്മൾ ധൈര്യം കൊടുത്ത് നടക്കും. കാരണം നടക്കണം എന്നുള്ള ഒരു ഒന്നാമത്തെ കാര്യം, ഈ നടക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ വന്നു കഴിയുമ്പോൾ ഈ പേഷ്യൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നടക്കണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് പോവാണ്, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ പേഷ്യൻറ്റിന് തന്നെ ഡിസിഷൻ എടുക്കുന്ന ഒരു ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ പണി പകുതി എളുപ്പമാണ്. കാരണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ചിലരെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മോട്ടിവേറ്റ് ചെയ്താലും അവരങ്ങ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. പക്ഷെ അവർ കുറച്ചും കൂടെ സമയം എടുക്കും. പക്ഷെ നമ്മൾ ക്ഷീണിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ, അവരെ നടത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കുറച്ചും കൂടെ സമയം എടുക്കും. സോ ഇൻഡിവിജ്വൽ തിങ്സ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞ ഒരു 95% വിജയസാധ്യതയുള്ള ഒരു സർജറിയാണ്. അത്ര കോമൺ ആണ്. അതുകൊണ്ടാണ് പണ്ട് അധികം ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ എത്രയോ കേസുകൾ ചെയ്യുന്നു, ആൾക്കാർ മുന്നിട്ട് വരുന്നു. ചെലവുകളൊക്കെ താങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാവരും പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചിട്ടാണ് വരുന്നത്. എല്ലാവരും നോക്കിയിരിക്കുന്ന അവർക്ക് പരിചയമുള്ള ഒരു പേഷ്യന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ നടക്കുന്നുണ്ടോ, വേദനയുണ്ടോ, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്. അപ്പം നമ്മുടെ അടുത്ത പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ പേഷ്യൻസിനും വേറെ അതുകൂടാതെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻ്റെ റെഫറൽ എപ്പോഴും അതിലുണ്ടാവും. അതാണ് അത് അവർ ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയത്തില്ല. പക്ഷെ അതാണ് അതിന്റെ കാര്യം. അതായത് ആ ഒരു പേഷ്യന്റ് കോൺഫിഡൻസ് കൊടുത്തിട്ട് എന്റെ പരിചയമുള്ള അല്ലെ എൻ്റെ ഒരു ബന്ധു അല്ലെ ഇന്നയാൾ പറഞ്ഞു, പുള്ളി നടന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു, പണ്ട് ഒക്കെ നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടു, അപ്പം എനിക്ക് കോൺഫിഡൻസ്. അങ്ങനെ മാറ്റി വെച്ചവർ വരും. ചിലപ്പോൾ ചിലർ പറയും, ചിലർ പറയത്തില്ല. അപ്പം എങ്ങനെയാണത്? ആരും മനുഷ്യർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ബുദ്ധി സെൻസൊക്കെ ഇല്ല. അങ്ങനെയാണത്. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ചെലവുകളുണ്ടല്ലോ, എക്സ്പെൻസ് ഒക്കെ ഇപ്പോൾ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അത് താങ്ങാൻ പറ്റുന്നതാണോ? ഒരു സാധാരണക്കാരന് എങ്ങനെയാണത്? ഒരുപാടാവുമോ അത്? അതിൻ്റെതായ കുറച്ച് എക്സ്പെൻസുകളുണ്ട്. അത് നമുക്ക് എക്സ്പെൻസ് ഒരുപാട് കുറയ്ക്കാമെന്ന് നമ്മൾ പലപ്പോഴും പാവപ്പെട്ടവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളും അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ്, അതിൻ്റെ സ്റ്റെറൽ പ്രിക്കോഷൻസിനൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ നല്ല രീതിയിൽ വരും. നമ്മൾ പലപ്പോഴും അങ്ങനെ അർഹതപ്പെട്ടവർക്ക് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഹോസ്പിറ്റൽ ഫീസ് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് ഹോസ്പിറ്റൽ ഫീസ് നമ്മുടെ ഫീസ് നല്ല രീതിയിൽ കുറച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ആവശ്യമുണ്ട്, അല്ലെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ഇൻഷുറൻസ് ഇല്ല, അങ്ങനെ വരുന്നവർക്ക് നമുക്ക് ജെന്യൂനായിട്ട് തോന്നുന്നവർക്ക് നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അത് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീസ്, ഹോസ്പിറ്റൽ ഫീസ്, അങ്ങനെയുള്ള നമുക്ക് റിലേറ്റീവായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഫീസുകൾ കുറച്ചിട്ടാണ് നമ്മൾ റേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ബാക്കിയുള്ള മെറ്റീരിയൽ കോസ്റ്റിൽ കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റിന് ഗുണം വരത്തില്ല. പിന്നെ ഇംപ്ലാന്റ്സ് തന്നെ പല തരമുണ്ട്, വില കുറഞ്ഞ തരമുണ്ട്, വില കൂടിയ തരമുണ്ട്, ഇമ്പോർട്ടഡ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പേഷ്യനോട് അത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് നമ്മളെന്നല്ല എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു ലോങ് ടേം റിലേഷനാണ്. 15-20 വർഷം പേഷ്യന് മിനിമം ആ മുട്ടുകൊണ്ട് ജീവിക്കേണ്ടതാണ്. അത് കുറച്ച് ദിവസത്തേക്കുള്ള ടെമ്പററി 3 ആഴ്ചത്തേക്കുള്ള യൂസ് അല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം വെച്ച് കൊടുക്കണം. ആളെയും കാണാനുള്ളതല്ലേ, എല്ലാ മനുഷ്യരാണ്. ആ ഒരു രീതിയിലാണ് എല്ലാ ഡോക്ടർമാരും ഡീൽ ചെയ്യുന്നത്. അതിനകത്ത് അങ്ങനെ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിൽ റേറ്റ് കുറച്ചാൽ അത് ചിലപ്പോൾ ദൂഷ്യം ചെയ്യാം. നമ്മൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. അർഹതപ്പെട്ടവർക്ക് നമ്മുടെ ഫീസ് കുറച്ച്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഫീസുകൾ, ചാർജുകൾ, അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത സാധനങ്ങൾ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എന്നാലും ഒരു ആവറേജ് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രൈസ് കൺട്രോളൊക്കെ സർക്കാരിൻ്റെ വന്നിട്ടുണ്ട് ഈ ഇംപ്ലാന്റിൻ്റെയൊക്കെ. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞതിനും വില കുറവിനും ഒരേ റേറ്റിന് ഇല്ല, വ്യത്യാസം വരുത്തിയിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. എല്ലാത്തിനും ഒരേ റേറ്റിൽ കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മളത് നമ്മുടെ കോൺഷ്യസ് അനുസരിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസി. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു 1 to 1.5 lakhs മിനിമം,
1.5 lakhs ഒരു മുട്ടിന് മിനിമം വരും. ഒരു മുട്ടിന് വരും. പിന്നെ ആശുപത്രിയുടെ സൗകര്യങ്ങളും കൂടുതൽ അതനുസരിച്ച് കുറച്ച് റേറ്റുകൾ പിന്നെയും കൂടാം. 3 to 4 lakhs വരെ ആവുന്നുണ്ട്. കോർപ്പറേറ്റ് ആശുപത്രികളിൽ അർബൻ സിറ്റീസിലൊക്കെ ഉള്ള മെട്രോ സിറ്റീസ് നോർത്ത് ഇന്ത്യയിലൊക്കെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ക്യാമ്പ് പോലെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ല അവിടെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 1.2 to 1.5 അതിനകത്താണ്. അതെ 1. ഇപ്പോൾ ഒരു മുട്ട് മാത്രമായിട്ടുള്ള സിറ്റുവേഷൻ 1.75 വരും. പക്ഷേ 2 മുട്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന സ്ഥിതിയാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അറൗണ്ട് 3 lakhs നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതൊരു ക്യാമ്പ് പോലെ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ നമ്മളൊരു സഹകരണ ആശുപത്രി ആയതുകൊണ്ട് അങ്ങനെ ഒരു ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2.5 to ഒരു മുട്ട് ചെയ്യുമ്പോൾ തന്നെ 2.5 lakhs ആവറേജ് വരാറുണ്ട്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ നോർമൽ ഫീസൊക്കെ ഇട്ടിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രിയൽ റേറ്റ് എന്നുള്ള രീതിയിൽ അത്ര 2.5, 3.5 വരാറുണ്ട്. അത് തെറ്റില്ല, കാരണം അത് ഓരോ ഫെസിലിറ്റീസ് കിട്ടും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫീസുകളൊക്കെ കുറച്ച് എന്നാൽ മെറ്റീരിയലും ക്വാളിറ്റിയിലും കുറയ്ക്കാതെ നമുക്ക് ആ റേറ്റിൽ ചെയ്യാം. അതിലും കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് കോംപ്രമൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഡോക്ടർ, അതുപോലെ ഈ പ്രായമുള്ളവർ അവർ ഈ രാത്രി കിടക്കുമ്പോൾ ഈ കൈകൾ പൊക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴൊക്കെ തോളുകൾക്ക് ഭയങ്കര വേദന ഉണ്ടാവും, കൈ പിന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. ഇത് ഈ റൊട്ടേറ്റഡ് കഫ് ടിയർ ആണോ അതോ ഷോൾഡർ ഫ്രോസൺ ഷോൾഡർ ആണോ? അപ്പോൾ ഇതിന് നമുക്ക് എന്താ ട്രീറ്റ്മെന്റ് ഉള്ളത്? കൂടുതലും അത് ഈ പറഞ്ഞ സിംറ്റംസ് ഫ്രോസൺ ഷോൾഡറിൻ്റെ ആണ്. പ്രത്യേകിച്ചൊന്നും കാരണമില്ലാതെ കൈ പെട്ടെന്ന് പതുക്കെ കൈയും കൈയുടെ ഷോൾഡറും കൈയുടെ ഈ ആമു വരെ ഇത്രയും ഭാഗത്ത് മെയിനായിട്ട് അതിന് ചുറ്റും വരാം. പെയിനും വരും, ഭയങ്കര കഴപ്പെന്ന് പറയുന്ന രീതിയിലുള്ള സിവിയർ പെയിൻ. രാത്രിയിലും വരാം, പകലും വരാം. സൂചി കുത്തുന്ന പോലെ കഴപ്പ് നമ്മൾ പറയും, നാടൻ ഭാഷ കഴപ്പെന്ന് പറയും. ഭയങ്കര സൂചി കുത്തുന്ന പോലെ പെയിൻ വരും. അപ്പോൾ അതൊരു കാരണം ഉണ്ടാവില്ല, വീണായിട്ടൊന്നും ഓർക്കുന്നുണ്ടാവില്ല. രാത്രിയിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ. ഇതിനാണ് യൂഷ്വലി ഫ്രോസൺ ഷോൾഡർ. കൈ പൊക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കൈ പുറകോട്ട് തിരിക്കാനോ ഡ്രസ്സ് ചെയ്യാനോ കുളിക്കുമ്പോൾ സോപ്പ് തേക്കാനോ പുറകോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എലിവേഷൻ അബ്ഡക്ഷനും കൈ പൊക്കുന്നതും പുറകോട്ട് തിരിക്കുന്നതാണ് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചുറ്റുമുള്ള ആ ദശകൾ ചുരുങ്ങിപ്പോകുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ പെരിയാർത്രൈറ്റിസ് എന്ന് പറയും. അത് യൂഷ്വലി ഒരു 50+ ഏജുള്ള ഫീമെയിൽസിനാണ് കൂടുതൽ. ആർക്കും വരാം, പക്ഷേ മോർ ഇൻ ഫീമെയിൽസ് 50+ ഏജ്. പിന്നെ തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, പിന്നെ കഴുത്തിൻ്റെ സ്പോണ്ടൈലോസിസ്, കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇവർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. ഇങ്ങനെ തന്നെയാണ് പെയിൻ എടുക്കുന്നത്. രണ്ട് ടൈപ്പാണ്. പക്ഷേ ഇതുള്ളവർക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ കുറേ കാരണങ്ങളുണ്ട്, കാരണങ്ങളില്ലാതെയും വരാം, പക്ഷേ ഇത്രയും കാരണങ്ങളാണ് വരുന്നത്. പക്ഷേ റൊട്ടേറ്റഡ് കഫ് ടയർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്തെങ്കിലും ഒരു പരിക്ക് കാണും. ഒന്ന് വീഴുക, അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് ചെയ്യുക. ചിലപ്പോൾ മൈക്രോ ട്രോമ എന്ന് പറയും, റിപ്പീറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു ടയർ ആയിരിക്കും. ആ ടയർ ഹീൽ ചെയ്യാതെ കൂടിക്കൂടി വരുന്നതായി. രണ്ട് സിനേറിയാണ്. ആ റൊട്ടേറ്റഡ് കഫ് എന്ന് പറഞ്ഞാൽ മസിൽസിൻ്റെ ടെൻഡന് ടിയർ ഉണ്ടാകുന്നതാണ് റൊട്ടേറ്റഡ് കഫ്. പക്ഷെ അത് മെയിനായിട്ട് കൈ പൊക്കാൻ മാത്രമേ ബുദ്ധിമുട്ട് വരുവുള്ളൂ. കൈ പുറകോട്ട് തിരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ചില പർട്ടിക്കുലർ മൂവ്മെന്റ്സ് പെയിന്റേഴ്സിനൊക്കെ കൂടുതൽ വരാം. റിപ്പീറ്റഡ് ട്രോമ കൊണ്ട് വരാം. എന്തെങ്കിലും ട്വിസ്റ്റായി പോവുക, ഭാരം എടുത്ത് പൊക്കത്തി വയ്ക്കുക, എറിയുക, ത്രോ, അങ്ങനെയുള്ള പല ഇതായിട്ട് വരും. രണ്ട് സിറ്റുവേഷനാണ്. ചിലപ്പോൾ 2 കൈക്കും വരാം പെരിയാർത്രൈറ്റിസ്. ഒരു കൈക്ക് മാറിയിട്ട് അല്ലെങ്കിൽ മാറുന്നതിന് മുമ്പ് ഇത് വരാം. ചിലപ്പോൾ 1 വർഷം തൊട്ട് 2 വർഷം വരെ നീണ്ടു നിൽക്കാം ഈ മൊത്തം സിംറ്റംസ്. സ്റ്റിഫ്നെസ് ആണ് അതിൻ്റെ പ്രധാന സിംറ്റംസ്. പിന്നെ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ്, ഇനിഷ്യലി മെഡിക്കേഷൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഷോൾഡറിനകത്ത് ഇഞ്ചക്ഷൻ ചെയ്യുക, ഇൻഫ്ലമേഷൻ കുറയാൻ, ഫിസിയോതെറാപ്പി, ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് എന്നിട്ട് ഇതൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ കീഹോൾ സർജറിയുടെ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ചെയ്യുന്നത്. റൊട്ടേറ്റഡ് കഫ് ടയർ ഫുൾ ടയർ ആണെങ്കിൽ പലപ്പോഴും ഹീൽ ചെയ്യത്തില്ല. സിംറ്റംസ് അനുസരിച്ച് MRIയുടെ ഫൈൻഡിങ്സ് അനുസരിച്ച് കോറിലേറ്റ് ചെയ്തിട്ട് പലപ്പോഴും സർജറി വേണ്ടി വരാറുണ്ട്, എസ്പെഷ്യലി യങ് പേഷ്യൻസ്. പക്ഷേ പെരിയാർത്രൈറ്റിസിന് അഥവാ ഫ്രോസൺ ഷോൾഡറിന് സർജറി ഒരു ലാസ്റ്റ് ഇൻഡിക്കേഷനാണ്. അത്ര കോമൺ ആയിട്ട് ആവശ്യം വരാറില്ല. ഡോക്ടർ, അതുപോലെ ഈ ക്രിക്കറ്റും ബാഡ്മിൻ്റൺ കളിക്കുന്ന അങ്ങനെയുള്ള സ്പോർട്സ് താരങ്ങളിലും അതുപോലെ ജിമ്മിലൊക്കെ പോയി ഹെവി വർക്കൗട്ട് ചെയ്യുന്നവരിലൊക്കെ ഈ നമ്മളിങ്ങനെ തോള് പൊക്കുമ്പോൾ ഒരു ക്ലിക്ക് എന്നൊരു സൗണ്ടും കേൾക്കും, അതുപോലെ ഭയങ്കര വേദനയായിരിക്കും. അപ്പം ഈ സ്ലാപ്പ് ടിയർ എന്നാണല്ലോ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. അപ്പം ഇതിന് അവർക്ക് സർജറി ആവശ്യമാണോ? അതുപോലെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പഴയ പോലുള്ള കായിക കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? അത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് സൗണ്ട്, പല ജോയിന്റിൽ നിന്ന് സൗണ്ട് വരും, അത് കുഴപ്പമുണ്ടോയെന്ന്. ജനറലി സ്പീക്കിംഗ് പെയിൻ ഇല്ലാത്ത സൗണ്ട് കുഴപ്പമില്ല.
അത് മുട്ടിനകത്ത് ഒരു പ്രഷർ ഡിഫറൻസ് അല്ലാത്ത അതിൻ്റെ അകത്തൊരു വാക്വം പ്രശ്നം കൊണ്ടല്ല വാക്വം ഡിഫറൻസ് ഉണ്ടാകുന്നതാണ് സൗണ്ട് മാത്രം, നമ്മൾ ഞൊട്ടടിയാന്നൊക്കെ പറയുന്നത് പോലെ. പെയിൻ ഇല്ല, വേറെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അത് യൂഷ്വലി അത്ര ഉപദ്രവകാരിയല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പെയിനോട് കൂടിയ ക്ലിക്ക് ആണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. യൂഷ്വലി സ്ലാപ്പ് ടയർ എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൽ ഗ്ലിനോഡ് എന്ന് പറഞ്ഞ അതിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട്, ലാബ്രം എന്ന് പറഞ്ഞാൽ, അതായത് ഷോൾഡർ ജോയിൻറ്റ് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റുമുള്ള ഒരു ഫൈബ്രസ് ഒരു കവറിങ് ആണത്, ഒരു ടിഷ്യൂ. അതിൻ്റെ മുകളിൽ ബൈസെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിലേക്ക് വരുന്ന ബൈസെപ്സ് ടെൻഡിന് തുടങ്ങുന്ന അവിടെ നിന്നാണ്, അതിൻ്റെ വള്ളി തുടങ്ങുന്ന അവിടെ. അപ്പോൾ ബൈസെപ്സിൻ്റെ വള്ളി തുടങ്ങുന്നിടത്ത് അത് അവിടെ നിന്ന് അതിന് പല വള്ളികളുണ്ട് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്, അതിലെ പ്രധാന വള്ളി അവിടെ നിന്നാണ്. അപ്പം അത് ആ ലാബ്രത്തോടു കൂടി പറഞ്ഞു പോരുമ്പോഴാണ്, അവിടെ ടയർ വരുമ്പോഴാണ് ഈ പ്രശ്നമുണ്ട്, സ്ലാപ്പ് ടയർ എന്ന് പറയുന്നത്. മനസ്സിലായി? ലാബ്ര ടയറാണ് അതിനോട്. അത് പല ഗ്രേഡ് ഉണ്ട്. എയർലി സ്റ്റേജ് 1, 2 ഒക്കെയാണ് ചിലപ്പോൾ അത് റെസ്റ്റ് കൊണ്ട് അത് ഹീല് ചെയ്ത് പോകാം. പക്ഷേ അതിന് മുകളിലുള്ള ടയർ ആണെങ്കിൽ അത് ഇതുപോലെ ക്ലിനിക്കലി ആയിട്ടുള്ള പരിശോധനയ്ക്ക് MRIക്ക് ശേഷമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എസ്പെഷ്യലി ഡിമാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക്, യങ്സ്റ്റേഴ്സിന്, സ്പോർട്സ് പേഴ്സൺസിനൊക്കെ അത് ചിലപ്പോൾ സർജിക്കൽ വേണ്ടി വരും. അപ്പോൾ കീറിപ്പോയ ഭാഗം ക്ലിയർ ചെയ്തിട്ട് അവിടെ പ്രത്യേക ആങ്കർ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാനൊരു സമയം കൊടുക്കണം. 6 weeks to 3 months എടുക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എക്സർസൈസ്, ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേറ്റ് ചെയ്ത് യൂഷ്വലി നല്ല രീതിയിൽ എയർലി സ്റ്റേജ് ട്രീറ്റ് ചെയ്തവർക്ക്, വലിയ മേജറായിട്ടുള്ള ഇഞ്ചറി ഇല്ലാത്തവർക്ക് ഒരു 6 to 1 year ആണ് എൻ്റെ നോർമൽ ടൈം. എൻ്റെ ഗ്രേഡിങ് അനുസരിച്ച്, സിവിയറിറ്റി അനുസരിച്ച് 1 year വരെ നമ്മൾ കുറച്ച് റിസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ്, അഗ്രസീവായിട്ടുള്ള ത്രോയിങ് ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. എല്ലാത്തരം ലിഗമെൻ്റ് ഇഞ്ചുറീസിനും ഏകദേശം ആ ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ AC യിലാണെങ്കിലും റൊട്ടേറ്റർ കഫ് ആണെങ്കിലും അങ്ങനെയാണ്. 3 to 6 months മിനിമം ആണ് സ്പോർട്സിലേക്ക് പോകാൻ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 3 months തൊട്ട് ഗ്രേഡഡ് ആയിട്ടുള്ള ലോ ഇമ്പാക്റ്റ് എക്സർസൈസുകളും സ്പോർട്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ മിനിമം 6 months to 1 year വരെ എടുക്കാം പൂർണ്ണമായിട്ട് ബാക്ക് ചെയ്യാൻ. പക്ഷേ 100%, അതായത് അതിൻ്റെ ഇൻ്റർനാഷണൽ കണക്ക് പ്രകാരം ഒരു 75 to 80% ആൾക്കാർക്ക് മാത്രമേ പൂർണ്ണമായിട്ടും പഴയ സ്പോർട്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് 20% ആൾക്കാർക്ക് ചിലപ്പം അത് ഉപേക്ഷിക്കേണ്ടി വരാം. അത് അതിൻ്റെ ഇഞ്ചുറി അനുസരിച്ചാണ്. മുമ്പ് ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നു, ഇഞ്ചുറി വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗോൾഡൻ ജോയിൻ്റ് എന്ന് പറയും. പക്ഷേ വൺസ് ഇഞ്ചുവേർഡ് ദർ വിൽ ബി സം ഇഷ്യൂസ്. നമ്മൾ കറക്റ്റ് ചെയ്താലും അതൊരിക്കലും ഒരു പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ പരിക്ക് വരുമ്പം കെട്ടിയാൽ മഴിച്ചിരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യാതിരിക്കണം. നമ്മൾ ആക്റ്റീവ് ലൈഫ് വേണം. പരിക്ക് വരാൻ നോക്കുക, വന്നു കഴിഞ്ഞാൽ എയർലി ട്രീറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 75-80% ആൾക്കാർക്ക് പഴയ രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. 20% ആൾക്കാർക്ക് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജിമ്മിൽ പോയി ഹെവി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ, അതായത് ഈ വെയിറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ റൊട്ടേറ്റർ കഫ് അതുണ്ടെങ്കിൽ, സ്ലാപ്പ് ടയർ അതാണെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ലെന്നാണോ? അത് എയർലി സ്റ്റേജ് ട്രീറ്റ് ചെയ്ത് നല്ല വലിയ കാര്യമായിട്ട് ഇഞ്ചുറി ഒന്നുമില്ല, അതിൻ്റെ കൂടെ ഡീജനറേഷൻ ഒന്നും ഇല്ല, നല്ല രീതിയിൽ അത് ഹീൽ ചെയ്ത് വന്നാൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും ഒരു പരിക്ക് ഏൽക്കാതിരിക്കുന്നതാണ് നല്ലത്. പരിക്കേറ്റ് കഴിഞ്ഞാലും വരും. പക്ഷേ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരിക. 6 months to 1 year വരെ എടുക്കാം ഈവൻ ട്രീറ്റ്മെൻറ്റ് വിത്ത് സർജറി. പക്ഷേ അറ്റ് ദ ഏർലിയസ്റ്റ് ഒരു സിംറ്റംസ് വന്നാൽ നമ്മളത് കറക്റ്റായിട്ട് പരിക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായും. ഒന്നാമത്തെ കാര്യം, നമ്മളത് റെഗുലറായിട്ട് സ്ട്രെച്ചിങ്, ഈ എക്സസൈസിന് മുമ്പ് സ്ട്രെച്ചിങ് ചെയ്യുക, എക്സസൈസിന് ശേഷം സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ഗ്രാജുവലായിട്ട് വെയിറ്റ് കൂട്ടുന്നതും നമ്മൾ എക്സസൈസ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതും ഗ്രേഡഡ് ആയിട്ട് പതുക്കെ ചെയ്യാവുള്ളൂ. പെട്ടെന്നൊരു വെയിറ്റ് എടുത്ത് ചെയ്യുകയോ വളരെ ആവേശത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ഇഞ്ചുറി പലപ്പോഴും വരുന്നത്. ചിലപ്പോൾ ഒരു അശ്രദ്ധയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരോടെങ്കിലും മത്സരിച്ച് ചെയ്യുമ്പോഴാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു 3 മാസം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വാശിക്ക് പിറ്റേ ദിവസം പോയി അടുത്ത് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ഫ്രം സീറോ. അങ്ങനെയാണ് അതിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ജോയിൻറ്റിനെ, നമ്മുടെ ടിഷ്യൂസിനെ, നമ്മുടെ പ്രായത്തെയും നമ്മുടെ എല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ പരിക്ക് വരത്തില്ല. വന്നാൽ അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ലോങ് ടൈം റിസൾട്ടിന് നല്ലത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇനി അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് നമ്മുടെയൊക്കെ എല്ലുകൾക്കൊരു ശക്തി കിട്ടാനും തേയ്മാനം ഒഴിവാക്കാനും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ടു ബി ഫ്രാങ്ക് 80% ഈസ് ജനറ്റിക്. നമ്മുടെ കയ്യിലല്ല. നമ്മൾ എത്ര മസിൽ പരിഭവിച്ചാലും ആർണോൾഡ് ഷ്വാർസ്നെഗർ ആകാൻ പറ്റത്തില്ല. അത് പുള്ളിക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടേതായ ബെസ്റ്റ് വേർഷനിലേക്ക് ആകാൻ നമുക്ക് പറ്റും. ഐ തിങ്ക് ദർ ഇസ് നോ കമ്പാരിസണിലല്ല ഇരിക്കുന്നത്. ഓർണോ ഐഡിയൽ അല്ല.
നമ്മുടെ ബെസ്റ്റ്, അതെന്ത് കാര്യത്തിലാണെങ്കിലും, നമ്മുടെ പേഴ്സണലാണെങ്കിലും നമ്മുടെ പ്രൊഫഷണലാണെങ്കിലും നമ്മുടെ ഹെൽത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മുടെ ബെസ്റ്റ് ആകാൻ പറ്റുന്നോ, നമ്മുടെ ബെസ്റ്റ് വെർഷൻ ആകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ കമ്പാരിസൺ ഇല്ല. എനിക്ക് അത്ര മസിലല്ല, 6 പാക്സ് ഇല്ല എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മുടെ 6 പാക്ക് നമുക്ക് പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. അതിലേക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പം പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ 80% ജനറ്റിക്കാണ്. അപ്പം നമ്മുടെ ബെസ്റ്റ് വെർഷൻ ഏതാണെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാവുള്ളൂ എല്ലാ കാര്യത്തിലും. അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ബാക്കിയുള്ള മോഡിഫൈബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹെൽത്ത്, ബോണിൻ്റെ ഹെൽത്ത് യങ്ങർ ഏജിൽ, നമ്മുടെ ടീനേജും ഏർലി സ്റ്റേജിലൊക്കെ നമ്മൾ എത്രത്തോളം സ്പോർട്സിലും ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നുള്ളത് ഡിപ്പെൻഡൻ്റ് ആണ്. ബാക്കിയുള്ളൊരു 15% ബോൺ ഹെൽത്തും അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റിയും വരുന്നത് ആ സമയത്ത് നമ്മൾ എത്രത്തോളം സ്പോർട്സിൽ ആക്റ്റീവ് ആയിരുന്നുള്ള അനുസരിച്ചാണ്. അല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ടൊന്നും വളരെ കുറച്ച് എഫക്റ്റീവ് ഉള്ളൂ. അപ്പോൾ എല്ലിന് ശക്തി കിട്ടാ അത് കഴിക്കുന്നത് വെറുതെ ആണല്ലേ? ഇല്ല, കാര്യമായിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു പട്ടിണി രാജ്യമല്ലല്ലോ. സപ്ലിമെന്റ്സ് ഒക്കെ ചിലർ എടുക്കുന്നുണ്ടല്ലോ ഡോക്ടർ, അപ്പോൾ അതൊക്കെ വെറുതെ ആണല്ലേ? ഒരു പരിധി കൂടുതലൊന്നുമില്ല. വെറുതെ കഴിക്കാം, വെറുതെ പുറത്തേക്ക് വിടാമെന്ന് മാത്രമേ ഉള്ളൂ, കാശ് കളയാൻ മാത്രമേ ഉള്ളൂ. ആവശ്യമുണ്ട്, പക്ഷേ അത് നോർമൽ ഡയറ്റിൽ കൂടെ സമീകൃതമായ രീതിയിൽ ബാലൻസ്ഡ് ഡയറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം പ്രോട്ടീൻ എടുക്കുന്ന പോലെ ഓവറായിട്ട് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്നുള്ളത് എല്ലാ സ്റ്റഡീസും തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ ഇൻടേക്ക് കൃത്യമായിട്ടിരിക്കണം. നോർമലി അതുണ്ട്, ഡെഫിഷ്യൻസി ഉണ്ട്. അല്ലാതെ പ്രോട്ടീൻ മാത്രമായിട്ട് മാറ്റുന്നതായിട്ട് അത് മാത്രമായിട്ട് കഴിച്ചത് കൊണ്ട് കാര്യമില്ല. മേ ബി അതിൻ്റെതായ സ്റ്റാൻഡേർഡായിട്ട് കണക്കുണ്ട്. അത് ആർട്ടിഫിഷ്യലായിട്ട് കഴിക്കുന്നതിലും നല്ലത് ഒറിജിനൽ ഫുഡിൽ നിന്ന് വരുന്നതാണെന്നുള്ളത് എവിഡൻസ് ഉണ്ട്, സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. പ്രോട്ടീൻ പൗഡറായിട്ട് കഴിക്കുന്നതിലും നല്ലതാണ്, അല്ലെങ്കിൽ അതിൽ എഫക്റ്റീവാണ് ഒറിജിനൽ ഫുഡിൽ നിന്ന് സെയിം പ്രോട്ടീൻ കിട്ടുന്നത്. കാരണം അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ബോഡി വർക്ക് ചെയ്യുന്നത്. എനിക്ക് ബോഡി രാവിലെ എനിക്ക് ഒന്ന് കുറച്ച് പ്രോട്ടീൻ വേണം, അങ്ങനെ ബോഡി പറയത്തില്ല. ബോഡിക്ക് പ്രോട്ടീൻ മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് മിനറൽസ്, അതിൻ്റെ കുറച്ചൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുള്ളൂ. ടു ബി ഫ്രാങ്ക്, ആ ഒരു ബോഡിയുടെ വണ്ടർഫുൾ മെക്കാനിസം സയൻസിനോ അല്ല ഡോക്ടേഴ്സിനോ കംപ്ലീറ്റ് ഇതുവരെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സാഗരം പോലെ കിടക്കാണ്. ഇന്നിപ്പോൾ കണ്ടുപിടിക്കുന്ന 10 വർഷം കഴിയുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്, അല്ല വേറെ രീതി കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. അത്രയും കോംപ്ലക്സ് ആണ് ഹ്യൂമൻ ബോഡി. അപ്പം അവൈലബിൾ എവിഡൻസ് അല്ല അതിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവർ പറയുന്നത് ആണ് ഇപ്പം നമ്മൾ കേൾക്കേണ്ടത്. അതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിലുള്ള എവിഡൻസ് പ്രകാരം ഓവറായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കഴിക്കുന്നതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല, ഒരു ഗുണമുണ്ട്. പലരും അങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട് ഡോക്ടർ, ഇതുപോലെ പറ്റിക്കപ്പെടുന്നുണ്ട് ഓരോ സപ്ലിമെന്റ്സ്, അതായത് അങ്ങനെയൊക്കെ എല്ലാം നോർമൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ധനസമ്പാദനം, ബാക്കിയുള്ളവർ പറ്റിക്കപ്പെടുന്നു. നോർമൽ ഡയറ്റിൽ കൂടെ മാത്രമേ അതിൻ്റെ അകത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സും കുറവായിരിക്കും. മറ്റേത് റീനൽ ഫെയിലർ, കിഡ്നി പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഗുണമില്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ ചിലർ തർക്കിക്കും, ഡോക്ടർ ഞാൻ ഇത്ര വർക്ക് ചെയ്യുന്നതാണ്, മസിൽസ് എനിക്ക് ഇത്രയും പ്രോട്ടീൻ ആവശ്യമുണ്ട് ഓക്കെ, പക്ഷെ അത് വരേണ്ട സോഴ്സ് ഇങ്ങനെയല്ല. അതെ ഡോക്ടർ, കാര്യമില്ല. നോർമൽ ഡയറ്റിൽ കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കുക. പ്രോട്ടീൻ മാത്രമായിട്ട് കഴിക്കുന്നുണ്ട്, അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, ഓരോ പ്രശ്നങ്ങളുണ്ട്. എല്ലാം ശരീരത്തെ നെഗറ്റീവായിട്ട് ലോങ് ടൈമിൽ ബാധിക്കും. എല്ലാം സമീകൃതമായിട്ട് രീതിയിൽ അത് മെയിൻലി ഡയറ്ററി ഫുഡ് അങ്ങനെയാണ് നല്ലത്. അത് പക്ഷേ ഫുഡിനൊരു ലിമിറ്റഡ് റോളേ ഉള്ളൂ, ഡെഫിഷ്യൻസി വരാൻ പാടില്ല. എന്നാലും കുറച്ച് പ്രോട്ടീൻ സോഴ്സ് നല്ലത് ഡോക്ടർ പറയാവോ? പ്രോട്ടീൻ തീർച്ചയായും സാധാരണക്കാർക്ക് ഒന്ന് അറിയാൻ മീറ്റ്, പിന്നെ എഗ് വൈറ്റ്, പിന്നെ നട്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസ്, അതാണ് മെയിനായിട്ടുള്ളത്. ഇതെല്ലാം മിൽക്ക് പ്രോഡക്റ്റ്, മിൽക്ക് പ്രോഡക്റ്റ്, എഗ് വൈറ്റ്, മീറ്റ്, ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നട്ട്സ്, പിന്നെ ഗ്രെയിൻസ്, ഈ നട്ട് വർഗ്ഗത്തിലുള്ള എല്ലാത്തിനും നല്ല പ്രോട്ടീനുണ്ട്. പേര് മറന്നുപോയി. അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ അതൊന്നും ഓവറായിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. റെഗുലറായിട്ട് അതിലും കുറച്ചുണ്ട്. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് വരാതെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഇത് രണ്ടുമാണ്. പക്ഷെ ഇത് ഓവറായിട്ട് കഴിക്കുന്നുണ്ടെന്നും കാര്യമില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മേക്കപ്പ് അനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരണം കഴിച്ചു പോവുക, റെഗുലറായിട്ട്. ഇതിൽ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു എക്സാമ്പിൾ പറയാറുണ്ട്, നമ്മൾ ഈ ഇപ്പം അങ്ങനെ അധികം ഇല്ല, തടിപ്പണിക്ക് പോകുന്നവരില്ലേ, ഈ തടിയിൽ പണ്ട് റബ്ബർ തടിയൊക്കെ കട്ട് ചെയ്ത് തടിപ്പണിക്ക് നമ്മൾ റബ്ബറൊക്കെ കട്ട് ചെയ്ത് തടി ലോറിയൊക്കെ ഏറ്റുന്ന തൊഴിലാളികളുണ്ടല്ലോ, ഇവരാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളവർ. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ? അവരുടെ 6 പാക്കും എല്ലാ മസിൽസും നമുക്ക് ഡോക്ടർമാർക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാ മസിൽസിന്റെ അറ്റാച്ച്മെന്റും വരെ കാണാൻ പറ്റും. പക്ഷേ ജിമ്മിൽ പോകുന്നവർ അങ്ങനെ കാണാൻ പറ്റത്തില്ല. സൈസ് ഉണ്ടാവും, പക്ഷെ അതിന്റെ മുകളിലൊരു ഫാറ്റ് കവറിങ് ഉണ്ടാവും. എല്ലാം ഉണ്ട്, മസിലെല്ലാം ഉണ്ട്, പക്ഷെ അതിന്റെ മുകളിൽ ഒരു മസിലിന്റെ ഡെഫിനേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഈ പണി ചെയ്യുന്നവർ 99% ആൾക്കാർ നമ്മൾ നാട്ടിൻപുറത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ അനാട്ടമി പഠിക്കുമ്പോൾ പറയും ഏത് മസിൽ എവിടെ നിന്ന് തുടങ്ങുന്നു ഇവരുടെ ബോഡിയെ നോക്കിയാൽ പറയാൻ പറ്റും. ഒരു മോഡൽ പോലെ. എന്താ ഡിഫറൻസ്? എന്തുകൊണ്ടാ?
അവർ എക്സസ് ആയിട്ട് കഴിക്കുന്നില്ല. അവർ എക്സസ് വർക്ക് കൂടുതലും മസിൽ വർക്ക് കൂടുതലും ഫുഡ് കറക്റ്റുമാണ്, അല്ലെങ്കിൽ എക്സസ് അല്ല. എന്തായിട്ട് എക്സസ് കഴിച്ചാലും അത് ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും, മസിലായിട്ടല്ല ഡിപ്പോസിറ്റ് ചെയ്യും. ഈവൻ പ്രോട്ടീൻ കഴിച്ചാൽ പോലും കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അത് എക്സസ് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ അത് ഫാറ്റായിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബോഡിയുടെ മെക്കാനിസം. അവരത് കറക്റ്റ് ഫുഡ് കറക്റ്റാണ്, അല്ലെങ്കിൽ ഒട്ടും ഓവറല്ല, അല്ലെങ്കിൽ അണ്ടറാണ്, പക്ഷേ അവരുടെ മസിൽ വർക്കും സ്ട്രെങ്തനിങ് എക്സസൈസുകളും കൂടുതലാണ്. അതുകൊണ്ടാണ് അവർക്ക് കറക്റ്റ് കട്ടുകൾ വരുന്നത്. മസിൽസ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഈ ജിമ്മിൽ പോകുന്നവർ ഞാൻ കുറ്റം പറഞ്ഞതല്ല, ആറ്റിറ്റ്യൂഡ് ഈസ് ഗുഡ്, പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഫ്ലോസ് മനസ്സിലാക്കണം. അത് നമ്മൾ കഴിക്കുന്നതിൽ കൂടുതലുണ്ട്. വർക്ക് ചിലപ്പോൾ മാക്സിമം ആയിരിക്കും. ഒന്നിൽ വർക്ക് കൂട്ടുക, നമ്മുടെ അത് വർക്ക് കൂട്ടിയാൽ അതിൻ്റെ പരിക്കേക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിൽ എന്തായാലും പോകുന്നത് നല്ലത്. കോമ്പറ്റീറ്റീവ് ഐറ്റംസിലൊന്നും പങ്കെടുക്കാത്തവർക്ക് എപ്പോഴും മോഡറേറ്റ് എക്സസൈസ് മതി. അഗ്രസീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിനും പല പല പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവാം. എല്ലാം ഒരു മോഡറേറ്റ് രീതിയിൽ പോകുന്നത് നല്ലത്. പക്ഷേ ആ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഇൻടേക്ക് കൂടുന്നുണ്ടെന്നുള്ളതാണ് ആ ഫാറ്റ് കവറിങ് വരുന്നതിൻ്റെ അർത്ഥം. അതാണ് എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പം എല്ലാത്തിനും ഒരു മിതത്വമാണ് നല്ലത്. മിതമായി റെഗുലർ ആയിരിക്കണം, പക്ഷെ മിതമായിരിക്കണം, മോഡറേറ്റ് ആയിട്ട് കഴിക്കണം. അപ്പോൾ ഓക്കെ ഡോക്ടർ, ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഗോഡ് ബ്ലെസ് യു. സന്തോഷം. താങ്ക് യു.